ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെ വിഷമിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. കാരണം അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടന ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഇത്രയും മോശമായി ചിത്രീകരിച്ചിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ, ഞാനിപ്പോൾ നിൽക്കുന്ന ഹെഡ് ആൻഡ് ബേസിലാണ്, നിങ്ങൾക്കറിയാലോ, ഓരോ ഇൻ്റർവ്യൂസും കൊടുത്ത് നമുക്ക് മനസ്സ് വിഷമിച്ചിരിക്കുന്ന ഒരു സമയമാണ്. കാരണം നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ജനങ്ങളെ ഇതുപോലെ കാര്യങ്ങൾ, അമ്മയിലുള്ള കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് ആ ജനങ്ങൾ മുഴുവൻ അമ്മ എന്ന് പറഞ്ഞ സംഘടനയാണ് എതിരാക്കുന്നത്. അല്ലാതെ ഇപ്പോൾ നിൽക്കുന്ന രണ്ട് വ്യക്തികളെയല്ല, അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനെയാണ്. ഇത്രയും അതിനകത്ത് പ്രഗത്ഭരായ എത്ര ആൾക്കാരുണ്ട്. പത്മശ്രീ കിട്ടിയ ലാലേട്ടനടക്കം മമ്മൂക്കി അടക്കമൊക്കെ ഉള്ള ഒരു സംഘടനയെ ഇതുപോലെ മാധ്യമങ്ങളുടെ ഇടയിൽ നിങ്ങൾ വേണം, നിങ്ങളെല്ലാം അറിയണം, നിങ്ങൾ വഴി ഞങ്ങളും അറിയുന്നുണ്ട്. പക്ഷേ ഈ ജനങ്ങളുടെ ഇടയിൽ വരുന്ന അമ്മയെക്കുറിച്ച് മോശമായിട്ട് പറയുന്ന ഒരു ഇതിൽ വളരെ ദുഃഖിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ഇപ്പോൾ സത്യമായിട്ട് ഒരു മാസം കൂടെ ക്ഷമിച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ജനറൽ ബോഡിയിൽ അവതരിപ്പിക്കാം. ഇപ്പം അമ്മയ്ക്കകത്ത് നടക്കുന്ന ആൾക്കാരായിട്ട് യോജിപ്പില്ല, അവരോട് പറഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ മമ്മൂക്ക, ഇന്നസെൻ്റ് ഏട്ടൻ, ലാലേട്ടൻ, മൂന്ന് മതസ്ഥലുള്ള ആൾക്കാരല്ലേ? എത്ര യൂണിറ്റ് ആയിട്ടാണ് നമ്മുടെ അമ്മ പോയിരുന്നത്? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നോ? ഇത്രയും നല്ലൊരു അമ്മ, ഈ സ്ത്രീകളായ നമ്മൾ എപ്പോഴും, ഞാനൊക്കെ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ടീനിയുടെ കൂടെ നിന്നു. ടീനിയുടെ കൂടെ നിന്നതല്ല, ഞാൻ പോയി പ്രസിഡന്റിനെ കണ്ട് ചോദിച്ചപ്പോൾ രാജിക്കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ രാജിവെക്കുന്നതെന്നാ. അതിനകത്ത് അപ്പോൾ ഒന്നും പ്രതിഭാസിച്ചിട്ടില്ല ഞാൻ ഇതാണ് ജിഹാദിയാണെന്നോ അല്ലെങ്കിൽ എനിക്ക് അപമാനമോ ഇതൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാനൊരു സ്ഥലത്തിരിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് ടിനി പറയാണിതാ പ്രിയങ്ക എവിടെയുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു അംഗം എന്നുള്ള നിലയ്ക്ക്, ഒരു സഹപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് രണ്ട് വാക്ക് എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അത് മാത്രം ഞാൻ പറഞ്ഞത്. തെളിവ് ഇപ്പോൾ അൻസിബ എൻ്റെ ഒരു അനീതിയാണ്. ഇന്ന് അനിസബ ഞങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾ അറിയാൻ വേണ്ടി പറയുകയാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് വാട്സപ്പിൽ, വോയിസ് മെസ്സേജും കുറച്ച് റീഡിങ് മെസ്സേജും. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഈ പറയുന്ന വാക്കുകൾ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ പോയി അമ്മയെ മോശമാക്കാതെ ഞങ്ങളോട് ഇത് മുമ്പ് തരണമായിരുന്നു. ഈ സാധനം നമുക്ക് നേരത്തെയാണ് ഈ വോയിസ് മെസ്സേജ് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ ആ കുട്ടിയുടെ എന്താണ് കാര്യങ്ങളെന്ന് ഞങ്ങൾ അന്വേഷിച്ചേനെ. ഞാനല്ല അതിനകത്തോ, ഞാനൊന്നുമല്ല, ഞാൻ അമ്മയിലെ സാധാരണ ഒരു അംഗം മാത്രമാണ്. ഇനി ഞാൻ ഇതുപോലെ ഒരു കാര്യം സംസാരിക്കാൻ വരില്ല. കാരണം അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്കാണ് ഇതെല്ലാം ഏൽക്കുന്നത്, വ്യക്തികൾക്കല്ല, ഒരു വ്യക്തിക്കുമല്ല. അമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ അത്ര പ്രിയപ്പെട്ട സംഘടന. സത്യം പറഞ്ഞ സങ്കടമാണ് ഞങ്ങൾക്കിപ്പോൾ. അതിനകത്ത് ഈ കൈനീട്ടവും അതുപോലെ തന്നെ ഈ അമ്മ ചെയ്യുന്ന നല്ല പ്രവർത്തികളും കൈപ്പറ്റുന്ന കുറേ അമ്മമാർ ഇതിനകത്തുണ്ട്. കുറേ ആൾക്കാർ ഒരു ജോലിയും ഇല്ലെങ്കിലും അവർ ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ ഈ അമ്മ സംഘടനയിലുണ്ട്. അവരുടെയൊക്കെ വിഷമം നമ്മൾ എന്ത് പറഞ്ഞ് തീർക്കും? നമുക്കതാണ് വിഷമം. വ്യക്തികളായിട്ട് സംഭവങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് നേരിട്ട് കോടതിയുണ്ട്, തെളിവ് കൊണ്ടുപോക്കാൻ സ്റ്റേഷനുണ്ട്, നമുക്ക് ആ വഴിക്ക് നീങ്ങിക്കൂടെ? എന്തിനാണ് അമ്മയെ ഇങ്ങനെ ചിത്രീകരിക്കുന്നത്? അമ്മയെ ചിത്രീകരിക്കുന്നതിൻ്റെ വിഷമാണ് ഞങ്ങൾ അംഗങ്ങളായ ഓരോരുത്തരും പുറത്തിറങ്ങുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളാണ് ഫേസ് ചെയ്യുന്നത്. ഇവർക്ക് ഇതും പറഞ്ഞ് പോയാൽ മതി. ഇവർ ചാനലിൽ കയറി ഇതുപോലെ സംസാരിച്ച് ഇവർക്ക് കുറേ സപ്പോർട്ട് കിട്ടും. കുറേ പേർക്ക് ഇതിൻ്റെ പുറകെ നിൽക്കാൻ നേരം ഉണ്ടാവും. പക്ഷേ ഇതിനകത്തു നിന്ന് വിഷമിക്കുന്ന ഞങ്ങളെപ്പോലെ കുറേ പേരുണ്ട്. അമ്മ നശിച്ചു പോകാൻ ഞങ്ങൾക്ക് ഒരാഗ്രഹവും ഇല്ല. ഇത് വളരെ നല്ല രീതിയിൽ അമ്മ കൊണ്ടുപോയാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര പ്രഗത്ഭരായ ആൾക്കാർ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇരിക്കുമ്പോൾ ഒരു മാറ്റം സ്ത്രീകളേലും കെട്ടിക്കഴിഞ്ഞാൽ ഈ അമ്മ നന്നായിട്ട് വരുമോ എന്നുള്ളൊരു പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അമ്മ നമ്മൾ ഇങ്ങനെ എല്ലാവരും കൂടെ അവരെ ഏൽപ്പിച്ചത്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ അടുത്ത ജനറൽ ബോഡി വരെ കാത്തിരുന്ന് ജനറൽ ബോഡിയിൽ ഞങ്ങളുടെ എല്ലാവരും അംഗങ്ങളുടെ എല്ലാവരും അഭിപ്രായം മാനിച്ച് അടുത്ത സ്റ്റെപ്പ് എടുക്കുക വേണ്ടത്. അല്ലാതെ അമ്മയെ കീറി മുറിച്ച് അമ്മ എന്ന് പറയുന്ന സംഘടന സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഭയങ്കര വിഷമത്തിലാണ്. കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഞങ്ങളൊക്കെ സാധാരണ അംഗങ്ങളാണ്. ഞങ്ങൾക്ക് ഇനി ചെയ്യാൻ സാധിക്കുന്നത് എപ്പോഴാണ്? ജനറൽ ബോഡിയിലാണ്. ഞങ്ങളായിട്ട് തിരഞ്ഞെടുത്താണ് ഇവരെയൊക്കെ, അല്ലേ? പിന്നെ അമ്മ എന്ന് പറഞ്ഞ സംഘടന എന്തായാലും ഇത്രയും ആൾക്കാർ അതിൽ കൂടെയുള്ളപ്പോൾ അവരുടെയൊക്കെ ഉപദേശങ്ങൾ സ്വീകരിച്ച് അമ്മ എന്ന് പറഞ്ഞ സംഘടന നിലനിൽക്കുക തന്നെ ചെയ്യും. അതൊരിക്കലും മാറിപ്പോകാൻ പോകുന്നില്ല. ഞാൻ ഒരിക്കലും ഒരാൾക്ക് മാത്രം, പുരുഷന്മാർക്ക് മാത്രം സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മാത്രം സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല. എനിക്കെതിരെ തെളിവുണ്ടോ? കൊണ്ടുവരട്ടെ. അല്ലാതെ എന്നെ സ്നേഹിക്കുന്നതല്ലേ എൻ്റെ അടുത്ത ഫ്രണ്ട് പറയണം ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന വാക്കാൽ ആരെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ? തള്ളി പറയാൻ പറ്റുമോ? പറ്റില്ല. ആ പറയുന്നതിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനകത്ത് എത്ര ക്യാമറയുണ്ട്? വിത്ത് റെക്കോർഡിങ് ക്യാമറയുണ്ട്. ഇതെല്ലാം നമുക്ക് തെളിവല്ലേ? ആ തെളിവുകൾ പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാം സുതാര്യമാകും. ഇപ്പോൾ ഈ ഒരു പ്രശ്നം വന്നത് എന്തുകൊണ്ടാണ്? ഈ അമ്പലത്തിൻ്റെ പ്രശ്നവും എല്ലാം കൂടെ വന്നപ്പോഴാണ് ഈ പ്രശ്നം വന്നതെന്ന് പറയുന്നു. എന്തിനാണ് ജാതി നമ്മുടെ അമ്മയ്ക്കകത്ത് കൂട്ടിക്കുഴയ്ക്കുന്നത്? അമ്മയ്ക്കകത്തുള്ള അംഗങ്ങളെല്ലാം പല ജാതിപ്പെട്ടതല്ലേ? മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്. എല്ലാവരും മുറിക്കുമ്പോൾ ഒരേ ബ്ലഡ് തന്നെയല്ലേ വരണേ? പച്ച ബ്ലഡ് വരുന്നുണ്ടോ മുസ്ലിം വിളിക്കുമ്പോൾ? എല്ലാവരും മനുഷ്യരാണ്. ആ മനുഷ്യന്മാർ ചേർന്ന
എന്താ പറയുക, കലാപരമായി സ്നേഹിക്കുന്ന ജനങ്ങൾക്ക് ഒരു സംഘടന എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉള്ള കലാകാരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ കലാകാരന്മാർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇതുപോലെ മാധ്യമങ്ങളുടെ മുമ്പിൽ പോയിരുന്നു പറയല്ല, അമ്മയ്ക്കകത്ത് തീർക്കാനാണ് ശ്രമിക്കേണ്ടത്. ഒരു കാര്യം കൂടി, ഈ ഹൻസിക എന്ന് പറഞ്ഞ ഈ സംഘടനയിൽ നിന്നും അല്ലെങ്കിൽ ഈ കമ്മിറ്റിയിൽ നിന്നും വലിയ മാനസിക സമ്മർദ്ദം നേരിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഹൻസികയുടെ സഹോദരന്റെ കല്യാണത്തിന് ഈ സംഘടനയിലുള്ളവരെല്ലാവരെയും ക്ഷണിച്ചിരുന്നു. വളരെ സന്തോഷത്തോടുള്ള ദൃശ്യങ്ങളാണ് പ്രചരിച്ചത്. ഇപ്പോഴെങ്കിലും ഈ ചോദ്യം നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ. ഞാൻ ആ കല്യാണത്തിന് പോയ വ്യക്തിയാണ്. ഫെബ്രുവരി എങ്ങാണ്ടാണ് ഈ കുട്ടി രാജിവെച്ചു എന്ന് പറയുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ഈ മാധ്യമങ്ങളാണ് നമുക്കും കൂടെ അറിവ് തരുന്നത്. അതിനകത്ത് നടന്ന ഒരു കാര്യം, ഇന്നാണ് അൻസിബ ഒരു മെസ്സേജ് അയക്കുന്നതും ഇതുപോലെയുള്ള കാര്യങ്ങൾ എനിക്ക് വിഷമമുണ്ടെന്ന് പറഞ്ഞ് അയക്കുന്നത് ഇന്നാണ്. ഈ അയച്ചത് നേരത്തെ അയച്ചിരുന്നെങ്കിൽ ഈ കുട്ടി പറയുന്നുണ്ടായിരുന്നു, ഞാൻ മെൻ്റലി ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. ഈ കല്യാണത്തിൻ്റെ അന്ന് ആ അനിയൻ്റെ കല്യാണത്തിൽ പങ്കെടുത്ത വ്യക്തി ഞാനുണ്ട്, ശ്വേതാ മേനോനുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചെന്നിട്ടുണ്ട്. അന്ന് അൻസിബ ഓടി നടന്നാണല്ലോ എല്ലാം ചെയ്തിരുന്നത്. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ അവരെ കുറ്റമൊന്നും പറയില്ല. കാരണം അൻസിബ ഒരു പെൺകുട്ടിയാണ്, എൻ്റെ ഒരു അനിയത്തിയുടെ പ്രായമാണ്. ഞാൻ അൻസിബ എൻ്റെ ചേർത്ത് പിടിച്ചിട്ടാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. ഞാൻ ഇപ്പോഴും പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, അമ്മയെ കരിവാരി തേക്കാതെ അമ്മയ്ക്ക് അകത്ത് പറഞ്ഞ് നമ്മളെല്ലാവരോടും നമ്മളൊക്കെ കൂടി നിൽക്കില്ലേ. അൻസിബയെ നമ്മളെ കൂടി വോട്ട് ചെയ്ത് നിർത്തിയതല്ലേ. എനിക്ക് ആ കുട്ടിയോട് വളരെ സ്നേഹമേ ഉള്ളൂ. കാരണം വളർന്നു വരുന്നൊരു ചങ്കുറ്റത്ത് കൂടി എവിടെയും അഭിപ്രായം പറയുന്നൊരു കുട്ടിയാണ് അൻസിബ. ആ അൻസിബയ്ക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായാലും വിഷമമുണ്ട്. ആ കുട്ടിയുടെ മാനസിക വിഷമത്തിൽ ഞങ്ങളൊക്കെ ചേരുന്നുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു തെളിവ് വേണ്ടേ. അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കും ഫാമിലി ഇല്ലേ, അതിൻ്റെ പുറകിലും മക്കളും അമ്മയും എല്ലാവരും ഉള്ളതല്ലേ ആ മനുഷ്യനും. അപ്പോൾ എല്ലാവർക്കും എന്താ വേണ്ടത്, ഒരു തെളിവ്. ആ തെളിവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ശിക്ഷയുണ്ടോ അത് കറക്റ്റാണെങ്കിൽ അത് നടപടി എടുക്കണം. അത് അമ്മയ്ക്കകത്ത് എടുത്തിരിക്കും. അതിനാണ് ജനറൽ ബോഡി ഉള്ളത്. ആ ജനറൽ ബോഡി വരെയെങ്കിലും ഇതുപോലെ അമ്മയെ മോശമാക്കി. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ലാലേട്ടനായാലും ആരായാലും ചോദിക്കുന്നത് എന്താ, അയ്യോ അമ്മയിൽ എന്താണെന്ന് ചോദിക്കുക, അമ്മ മോശമായില്ലേ എന്ന് ചോദിക്കുക. നിങ്ങൾ മല്ലി ചേച്ചിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു കാണല്ലോ ഇന്ന്. ആ മല്ലി ചേച്ചിക്ക് എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും. ഇപ്പോൾ പറയണു ഞങ്ങൾ അങ്ങനെ പറയും ഇങ്ങനെ പറയും, ഞങ്ങൾ കേസിന് പോകുന്നു. ഈ അമ്മയ്ക്കകത്തിരുന്ന ഓരോ വ്യക്തിക്ക് എനിക്കൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അമ്മയെ തീർക്കേണ്ടത്. എനിക്ക് പേഴ്സണലായിട്ടൊരു കേസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഞങ്ങൾ രണ്ടുപേരും കോടതിയിൽ പോവാം, പോലീസിൽ അറിയിക്കാം, തെളിവെടുക്കാം. അല്ലാണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ പോയിട്ട് ചീത്തയാക്കുന്നത് നമ്മുടെ അമ്മ എന്ന് പറഞ്ഞ സംഘടനയാണ്. ആ അമ്മ എന്ന് പറഞ്ഞ സംഘടന ചീത്തയാക്കുന്നതിൽ ഞങ്ങൾ മാനസികമായിട്ട് ഒത്തിരി വിഷമിക്കുന്നുണ്ട്. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ അമ്മയിൽ തീർക്കാളോ അമ്മയെ തീർക്കണം. അല്ലാതെ നമുക്ക് ആരോടും വ്യക്തിപരമായിട്ട് ഒരു ദേഷ്യം ഒന്നുമില്ല. നിങ്ങളാണ് ഏറ്റവും കൂടുതൽ എല്ലാ വിവരങ്ങളും പെട്ടെന്ന് പുറത്തു കൊണ്ടുവരുന്നതും ജനങ്ങളിൽ എത്തിക്കുന്നതും. നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്, അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷൻ മാത്രം നോക്കി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടെങ്കിലും അമ്മയെ ദയവ് ചെയ്ത് ജനങ്ങളാരും ഇതുപോലെ മോശക്കാരായിട്ട് കാണരുത്. 2-3 വ്യക്തികൾക്ക് വേണ്ടി അമ്മയെ തള്ളി പറയരുത്. അതിനകത്തുള്ള ബാക്കി എല്ലാ മെമ്പേഴ്സും ഈ അമ്മയെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ ഒരു കാര്യത്തിനും അത് ഇനി ഒരു ഇൻ്റർവ്യൂവിനോ ഒന്നിനും ഞാൻ അമ്മയെക്കുറിച്ച് ഒന്നും ഇതുവരെ ഒരക്ഷരം അമ്മയെ കുത്തിട്ട് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ അമ്മ എന്ന് ചേർത്ത് വായിക്കുന്ന ആളാണ്. ആ അമ്മയുടെ ഏറ്റവും കൂടുതൽ ആ അമ്മയെ കയ്യിൽ അതുപോലെ സ്നേഹിക്കുന്ന ഞാൻ ആരുമല്ല, ഞാനൊരു സാധാരണ അംഗമാണ്. പക്ഷേ എന്നോട് നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരവും നിങ്ങൾ വന്നതിനുള്ള മറുപടിയാണ് ഞാൻ പറയണത്. ദയവ് ചെയ്ത് ജനങ്ങളോടുള്ള അഭ്യർത്ഥനയാണ്, അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന ഞങ്ങളുടെ മാത്രമല്ല, ഞങ്ങളെപ്പോലെ സ്നേഹിക്കുന്ന കുറേ അമ്മമാരുടെയും കൂടെ കണ്ണീര് അതിനകത്തുണ്ട്. ഇപ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വരുത്താതെ അമ്മയെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ബാക്കിയെല്ലാം ജനറൽ ബോഡി കഴിയുമ്പോൾ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുവരെ നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.